ഗജവീരൻ കല്ലേക്കുളങ്ങര രാജഗോപാലന് കണ്ണീരോടെ ആനപ്രേമികൾ വിട നൽകി. പാദരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരമാണ് രാജഗോപാലൻ ചരിഞ്ഞത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങിനായി ആനയെ വാളയാറിലേക്ക് കൊണ്ടുപോകും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ്. പറയൂ നിഖിൽ. ഗുഡ് മോർണിംഗ്. കല്ലേക്കുളങ്ങര രാജഗോപാലിന് വിട നൽകാൻ വേണ്ടി ഒരുപാടധികം ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല മേഖലകളിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ആളുകളിവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത്രമേൽ ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു. ഗജവീരൻ എന്ന് ഈ ദേവസ്വം പേര് വിളിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ നടപ്പുകൊണ്ടും എടുപ്പുകൊണ്ടും അത് ആ തരത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയധികം പ്രിയപ്പെട്ട ഒരു കൊമ്പനായിരുന്നു. മലമ്പുഴ കാട്ടിൽ നിന്ന് ലഭിച്ചതാണ്. ഏതാണ്ട് 10 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ലഭിച്ചതാണ് ദേവസ്വത്തിന് ഈ ആനയെ. അതിനുശേഷം ഇത്രയും വർഷം ഈ ക്ഷേത്രത്തിലായിരുന്നു. തൃശ്ശൂർ പൂരത്തിലടക്കം ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഭാഗമായി സ്ഥിര സാന്നിധ്യമായിരുന്നു. കൽപ്പാത്തി രഥോത്സവത്തിന് തേര് വലിക്കാൻ മുന്നിൽ നിന്നിരുന്ന ഒരുപാടധികം കാലം. ഇപ്പോൾ ആനപ്രേമി സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ നമ്മളോടൊപ്പം ഉണ്ട്. കൽപ്പാത്തി രഥോത്സവത്തിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. കൽപ്പാത്തി രഥോത്സവം തുടർച്ചയായി കഴിഞ്ഞ ഒരു 6 വർഷത്തിന് മുമ്പ് വരെ സ്ഥിരമായി തേര് തള്ളിയിരുന്ന ഒരു ആന നമ്മുടെ പാലക്കാടിൻ്റെ കാട്ടിൽ നിന്ന് തന്നെ, മലമ്പുഴ കാട്ടിൽ നിന്നും പിടിച്ച ആനയാണത്. കാരണം വാരിക്കുഴി വെച്ച് അതിൽ കിട്ടിയ ആനയാണ്. അത് പിടിക്കുന്ന സമയത്ത് ഏകദേശം 10 വയസ്സ് പ്രായമായിരുന്നു. നാട്ടാനകളുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ആന എന്ന് പറയാം. കാരണം നമ്മൾ ആനപ്രേമികളുടെ ഇടയിൽ ഒരു ആനയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ലക്ഷണങ്ങളും വീണെടുത്ത കൊമ്പ്, ഇഴഞ്ഞ തുമ്പി, മുറം പോലെയുള്ള ചെവി, അങ്ങനെ എല്ലാ 18 നഖം, 8 അടി കൂടുതലുള്ള പൊക്കം, അപ്പോൾ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞൊരാന എന്നത് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഉത്സവങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി എടുത്ത ഒരു ആനയും കൂടിയാണ്. പ്രശ്നങ്ങളില്ലാതെ ഉത്സവങ്ങൾക്ക് പോയി വന്നിരുന്ന ടൈം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം യാതൊരു പ്രശ്നങ്ങളില്ലാതെ വർഷങ്ങളോളം ഉത്സവങ്ങൾ എടുത്ത ഒരു ആന. കേരളത്തിന് മാത്രമല്ല, ഈ ആന ശരിക്കും പറഞ്ഞാൽ പാലക്കാടിന് തീരാ നഷ്ടമാണ്. നമ്മുടെ പാലക്കാടിൻ്റെ മുറ്റത്ത് നമ്മുടെ നാട്ടുകാർ ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരു ആന എന്നുള്ളത് കൂടിയാണ്. കാരണം പാലക്കാടിൻ ജനത ഇവിടെ തന്നെ കണ്ടറിയുന്നില്ല. ഇത്രയധികം ആളുകൾ ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിച്ചേർന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആനപ്രേമികൾക്ക് ഒരു വലിയ നഷ്ടം എന്നാണ് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക അല്ലേ? ഇവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ എത്തിയിരുന്ന ഒരു കൂടിയിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ, അവർക്ക് കല്ലേക്കുളങ്ങര രാജഗോപാലിനോടുള്ള സ്നേഹം അവരെ സംബന്ധിച്ചോളം വലിയ ദുഃഖത്തിലാണ്. ഈ പ്രദേശം മുഴുവൻ നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ തൊട്ട് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചോളം ഏറ്റവും ദുഃഖത്തിൻ്റെ നിമിഷങ്ങളാണ്. അവർ ഒരു കൂടപ്പുറപ്പിനെ പോലെ കലാകാലങ്ങളായിട്ട് അവരുടെ ഈ പ്രദേശത്തെ ആളുകളോടൊപ്പം ഇവിടുത്തെ ഉത്സവങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്ന രാജഗോപാലിൻ്റെ വിടവാങ്ങൽ അവരെ സംബന്ധിച്ചോളം വലിയ ദുഃഖത്തിലാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിന് 9 മണിയോടുകൂടി വാളയാർ കാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന്റെ ഭാഗമായിട്ട് വനവകുപ്പിന് അല്പസമയത്തിന് ശേഷം രമേശാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് കെ അനിൽകുമാർ ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. രാജസ്ഥാനിലെ ദൗസയിൽ കുഴൽക്കിണർ വീണ 5 വയസ്സുള്ള ആര്യനെ കഴിഞ്ഞ 40 മണിക്കൂറായിട്ടും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. NDRF ടീമും മറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ജയ്പൂരിൽ നിന്നാണ് അനിൽകുമാറിൻ്റെ യൂട്യൂബ് സന്ദേശം.